ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. സ്ട്രക്ചറും ഫങ്ഷനും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും ഒന്നും കൂടി എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ സെൽ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ സെൽ മെംബ്രെയിൻ, സെല്ലിനെ കവർ ചെയ്ത് കിടക്കുന്ന എന്താണ്? മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ. അതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പം ഈ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെന്റും ഇൻസൈഡ് എൻവയോൺമെന്റും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. എന്തുണ്ട്? എക്സ്ട്രാ സെല്ലുലാറിലും ഫ്ലൂയിഡ് ഉണ്ട്. സെല്ലിന് വെളിയിലെ ഫ്ലൂയിഡിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും, ഇൻസൈഡില് എന്താണ് പറയുന്നത്? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും വിളിക്കുന്നു, ICF എന്നും വിളിക്കുന്നു. അല്ലെങ്കിൽ സെല്ലിന് വെളിയിലുള്ള എൻവയോൺമെന്റിനെ എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെന്റ് എന്നും, സെല്ലിന് വെളിയിലുള്ള ഉള്ളിലുള്ള എൻവയോൺമെന്റിനെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും പറയുന്നത് അല്ലേ. ഇന്നർ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രാ സെല്ലുലാർ എൻവയോൺമെന്റ് എന്നും, ഔട്ടർ റീജിയൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും എന്താണ് കാണപ്പെടുന്നത്? വാട്ടർ ആണ് കാണപ്പെടുന്നത്. എന്താണ് കാണപ്പെടുന്നത്? വാട്ടർ ആണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പം നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? ഈ ഔട്ട്സൈഡിലെ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? സോഡിയം അടങ്ങിയിരിക്കുന്നു. എന്തടങ്ങിയിരിക്കുന്നു? സോഡിയം അടങ്ങിയിരിക്കുന്നു. ഇൻസൈഡിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കൂടുതൽ പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. എന്താണ് അടങ്ങിയിരിക്കുന്നത്? പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു? ഇറ്റ്സ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ കോൾഡ് സെൽ മെംബ്രെയിൻ is a fundamental component of a cell that controls what enters and exits the cell. അപ്പോൾ സെൽ മെംബ്രെയിൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് വാട്ട് ഈസ് എൻറ്റേഴ്സ് ആൻഡ് വാട്ട് ഈസ് ഔട്ട് അല്ലേ. എക്സിറ്റ് ചെയ്യുന്നത് എന്താണെന്നും എൻട്രി ചെയ്ത് എന്നത് എന്താണെന്നും ആര് ത്രൂവേ നടക്കത്തുള്ളൂ? ഈ സെൽ മെംബ്രെയിൻ ത്രൂവേ ഇത് നടക്കുകയുള്ളൂ. സെൽ മെംബ്രെയിൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്താണ്? ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്റ്റേബിൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പം നമുക്ക് സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. This is the structure of cell membrane. Okay, this is the structure of cell membrane. And സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത്? ഇത് ബൈ ലെയർ ആണ്. എന്താണ്? ദിസ് ഇസ് ദ ബൈ ലെയർ. നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ സെൽ മെംബ്രെയിൻ, ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ. എങ്ങനെയുള്ള ലെയർ ആണ്? ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ളതാണ്? ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഇറ്റ്സ് എ ഫോസ്ഫോലിപ്പിഡ്. ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നോക്കുക, ഇതിന് ബൈ ലെയർ ആണെന്ന്. നമ്മൾ സെൽ മെംബ്രെയിൻ ഇങ്ങനെയല്ലേ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ബൈ ലെയർ ആണ്. എന്താണിത്? ദിസ് ഈസ് ദ ബൈ ലെയർ. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ്. എങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ്? ഈ സൈഡിലെ ഹെഡ് ഇച്ചിരി വലുതായിപ്പോയി കേട്ടോ. നോക്കാം, നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പം ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ്. ഫോസ്ഫോലിപ്പിഡ് ബൈ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയറിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഹെഡ് പോർഷനിൽ എന്തടങ്ങിയിരിക്കുന്നു? ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. എന്തടങ്ങിയിരിക്കുന്നു? ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഈ ലെയർ കണ്ടില്ലേ? ദിസ് ഈസ് ദ ബൈ ലെയർ എന്ന് പറഞ്ഞു. ഈ ലെയർ എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്. എന്താണ് ഇത് അടങ്ങിയിരിക്കുന്നത്? ലിപ്പിഡ്. എന്താണ്? ലിപ്പിഡ്. അപ്പം അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറഞ്ഞത്? ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്. എങ്ങനെയുള്ള ലെയർ ആണ്? ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ. 2 ലെയർ ഉണ്ട് അല്ലേ. ഇതിനെന്തുണ്ട്? 2 ലെയർ ഉണ്ട്. ഈ ഒരു സൈഡ് ഇന്റേണൽ പോർഷനും ഈ ഒരു സൈഡ് എക്സ്റ്റേണൽ പോർഷനുമാണ്. എന്താണ്? ഈ ഒരു സൈഡ് എന്താണ്? ഇന്റേണൽ പോർഷനും ദിസ് ഈസ് എക്സ്റ്റേണൽ പോർഷനുമാണ്. അപ്പം അതൊന്നും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ കാണുന്നതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ബൈ ലെയറിന്റെ അറേഞ്ച്മെന്റ് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു സൈഡിൽ ഈ ഒരു ഹെഡ് പോർഷൻ എന്താണ്? നമുക്ക് നോക്കാം. ഹൈഡ്രോഫിലിക് ഹെഡ്. എങ്ങനെയുള്ള ഹെഡാണ്? ഇറ്റ്സ് എ ഹൈഡ്രോഫിലിക് ഹെഡ്. ദിസ് ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈഡ്രോ? വാട്ടർ. ഫിലിക് മീൻസ് ലവിങ്, വാട്ടർ ലവിങ് ആണ്. ഈ ഹെഡ് എന്ന് പറയുന്നത്, ഈ ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്ന ഈ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ലവിങ് ആണ്. ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഇസ് എ പോളാർ ആണെന്ന് പറഞ്ഞു. ഇതിനെന്തുണ്ട്? ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. എന്തുണ്ട്? ഇതിന് ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്
attached to water, the head face the watery environment both inside and outside the cell. അപ്പോൾ ഇത് ഇൻസൈഡ് സെല്ലിന്റെ പോർഷൻ ആണ്, ഇത് ഔട്ട്സൈഡ് പോർഷൻ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു വാട്ടർ ലവിങ് പോർഷൻ, അതായത് ഹെഡ് എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് ആണ് അടങ്ങിയിരിക്കുന്ന ഈ വാട്ടർ ലവിങ് പോർഷന് ഔട്ട്സൈഡിലും വാട്ടർ ആണ്, ഇൻസൈഡിലും വാട്ടർ ആണ് അല്ലേ. ഈ ഒരു ഭാഗത്തും വാട്ടർ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഈ ഒരു, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിന്റെ ഭാഗമായിട്ട് കവർ ചെയ്ത് കിടക്കുകയാണ്. ഈ സെൽ മെമ്പറിൻ ഇങ്ങനെ ആണ്. അപ്പൊ ഈ ഇൻസൈഡും വാട്ടർ ഉണ്ട്, ഔട്ട്സൈഡിലും വാട്ടർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറഞ്ഞേ, അപ്പൊ ഈ ഒരു പോർഷൻ, ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ലവിങ് ആണ്. എന്താണത്, വാട്ടർ ലവിങ് പോർഷൻ ആണ്. അപ്പോൾ ഹൈഡ്രോഫിലിക് ഹെഡ്, ദ വാട്ടർ ലവിങ് ഹെഡ് കണ്ടെയ്ൻസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഈസ് പോളാർ. അതിന് എന്തുണ്ടെന്ന് പറഞ്ഞു, ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് എന്തുണ്ട്, ഈ ഹെഡ് പോർഷനിൽ എന്തുണ്ട്, ചാർജ് ഉണ്ട്, ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇതെന്താണ്, വാട്ടർ ഭാഗത്താണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് ഇതിന് എന്തുണ്ട്, ചാർജ് ഉണ്ട് അല്ലേ. അപ്പം വാട്ടർ ഡയറക്ട്ലി അപ്പൊ വെയിറ്റ് ചെയ്യും. ദെൻ ഹൈഡ്രോഫിലിക് പോർഷനും ഉണ്ട്. ഹൈഡ്രോഫിലിക് പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഫോസ്ഫേറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രോഫോബിക് ഈ ലെയറിൽ ലിപ്പിഡ് അടങ്ങിയിരിക്കുന്നു. ഈ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, വെള്ളം എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തേ, എന്തെങ്കിലും എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കി. അപ്പോൾ ആ വെള്ളത്തിന് മുകളിൽ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും, വെള്ളമായിട്ട് ഇതെന്താവത്തില്ല, അലിഞ്ഞു ചേരത്തില്ല. അപ്പം ഈ ലെയർ എന്ന് പറയുന്നതും അങ്ങനെയാണ് കിടക്കുന്നത്. ഈ ലെയർ എന്താണ്, ലിപ്പിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട്, കൊളസ്ട്രോൾ ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്താ, വെള്ളത്തിൽ ഇത് ലയിക്കത്തില്ല, വെള്ളവുമായിട്ട് ഇത് അലിഞ്ഞു ചേരുകയില്ല. ഓക്കെ, അപ്പം ഇത് എങ്ങനെയുള്ള ഹൈഡ്രോഫോബിക് ടെയിലാണ്. എന്താണിത്, അതുകൊണ്ട് വാട്ടർ ഫിയറിംഗ് എന്ന് പറയുന്നത് ഈ ലിപ്പിഡ് പോർഷനെ അല്ലെങ്കിൽ ഈ ടെയിൽ പോർഷനെ എന്തെന്ന് പറയുന്നു, വാട്ടർ ഫിയറിംഗ് എന്ന് പറയുന്നു. ഇതേ ആർ റിപ്പൽഡ് ബൈ വാട്ടർ, സോ ദേ ഫേസ് ഇൻവേർഡ് എവേ ഫ്രം ദ വാട്ടറി എൻവയോൺമെന്റ്. അപ്പം ഈ വാട്ടറി എൻവയോൺമെന്റിൽ നിന്ന് അത് മാറിയാണ് കിടക്കുന്നത് അല്ലേ. അങ്ങനെയാണ് സെല്ലിനുള്ളിലും വാട്ടർ ആണ്, സെല്ലിന് വെളിയിലും വാട്ടർ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ ലിപ്പിഡ് ബൈലെയർ ആണ്. എന്താണിത്, ലിപ്പിഡ് ബൈലെയർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കും അല്ലേ. അപ്പൊ താഴോട്ട് എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും. കാരണം ഇത് തമ്മിൽ എന്തില്ല, അലിയത്തില്ല, ഇത് മിക്സായി പോകത്തില്ല. അപ്പം ഈ ലെയർ എന്ന് പറയുന്നത്, ബൈ ലെയർ എന്ന് പറയുന്നത് എന്താണ്, ലിപ്പിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്, വാട്ടർ ഫിയറിംഗ് ആണ്, അതായത് ഹൈഡ്രോഫോബിക് ആണ്. മനസ്സിലായില്ല. അപ്പൊ ആ ഒരു ഈ ഒരു ബൈലെയർ ആണ് ഈ ബൈലെയർ ആണ് സെല്ലിനുള്ളിലെ എൻവയോൺമെന്റിനെയും സെല്ലിന് വെളിയിലെ എൻവയോൺമെന്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന, ഈ സെല്ലുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബൈലെയർ ആണ്. ഇതെന്താണ്, സെമി പെർമിയബിൾ ലെയർ ആണ്. എങ്ങനെയുള്ള ലെയർ ആണ്, ഇറ്റ്സ് എ സെമി പെർമിയബിൾ ലെയർ. ഓക്കെ, ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്, പ്രോട്ടീൻ, കൊളസ്ട്രോൾ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു, കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇവിടെ 50 to 55% എന്തടങ്ങിയിരിക്കുന്നു, പെർസെൻറ്റേജ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 40 to 45% ആണ്. എത്രയാണ്, 40 to 45% എന്തടങ്ങിയിരിക്കുന്നു, കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ 1 to 5% എന്തടങ്ങിയിരിക്കുന്നു, കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്നു. അപ്പം സെൽ മെംബ്രെയിൻ ഈസ് കമ്പോസ്ഡ് ബൈ, ഇതെങ്ങനെയുള്ള ലെയർ ആണ്, ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണെന്ന് പറഞ്ഞു, വിത്ത് പ്രോട്ടീൻ, കൊളസ്ട്രോൾ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ദീസ് പാർട്ട് വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ ബാരിയർ. എങ്ങനെയാണ്, ദീസ് പാർട്സ് work together to create selectively permeable barrier that controls what enter and leaves the cell. അപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്, ഈ ഒരു സെൽ മെംബ്രെയിൻ ആണ് സെല്ലിനുള്ളിലേക്ക് എന്തിനെ കടത്തി വിടണമെന്നും സെല്ലിന് വെളിയിലേക്ക് എന്തിനെ കടത്തി വിടണമെന്നും തീരുമാനിക്കുന്നത്. ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന, ആസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്തുണ്ട്, ഈ വാട്ടർ ലവിങ് പോർഷൻ എന്തുണ്ടെന്ന് പറഞ്ഞു, ഇറ്റ് ഹാസ് ഇലക്ട്രിക്കൽ ചാർജ് ആൻഡ് ഇതിനെന്തുണ്ട്, നോൺ പോളാർ ആണ്. ഈ ബൈലെയർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇറ്റ്സ് എ നോൺ പോളാർ. എങ്ങനെയാണ്, ഇതിന് എന്തില്ല, ചാർജ് ഇല്ല, ഇതിന് ചാർജ് ഇല്ല. അപ്പം ഈ വാട്ടർ ഈസിലി ഈ ഒരു മെംബ്രെയിൻ വഴി എൻറ്റർ ചെയ്യാൻ പറ്റില്ല. വാട്ടർ കാരണം ഇവിടെ ലിപ്പിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വാട്ടർ കണ്ടന്റ് ഈ സെല്ലിനുള്ളിലേക്കും സെല്ലിന് വെളിയിലേക്കും കടന്നു പോകുകയില്ല. ഈസിലി മൂവ് ത്രൂ ദ സിമ്പിൾ ഡിഫ്യൂഷൻ ഒന്നും പോകുകയില്ല. അതിന് എന്ത് വേണം,
ചാനൽ വേണം, പ്രോട്ടീൻ ചാനൽ വേണം. ആ പ്രോട്ടീൻ ചാനൽ മാത്രമേ സെല്ലിനുള്ളിലേക്ക് വാട്ടറിനെയും സെല്ലിന് വെളിയിലേക്ക് വാട്ടറിനെയും കടത്തി വിടുകയുള്ളൂ. അതുപോലെ ലാർജ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസിനെയും സെല്ലിനുള്ളിലേക്കും സെല്ലിന് വെളിയിലേക്കും കടത്തി വിടണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ഈ സെൽ മെംബ്രെയിന്റെ അറേഞ്ച്മെന്റ് വഴി സാധിക്കില്ല. അതിനെന്തുണ്ട്? ഇടയിൽ പ്രോട്ടീൻ ചാനൽസ് ഉണ്ട്. ആ പ്രോട്ടീൻ ചാനൽസ് വഴി മാത്രമേ ഇത് സെല്ലിനുള്ളിലേക്കും വെളിയിലേക്കും മോളിക്യൂൾസിനെ കടത്തിവിടത്തുള്ളൂ. ലാർജും റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് ആണ് ആരെ അറിയിക്കും? സെല്ലിനുള്ളിൽ ഇതിന് മെസ്സേജ് കൊടുക്കും. അങ്ങനെ ആ ഒരു പ്രോസസ്സിംഗ് ആണ്, സെൽ സിഗ്നലിംഗ് ത്രൂ ആണ് ഇതെല്ലാം. ഈ ഒരു പ്രോസസ്സിങ് സെല്ലിന് വെളിയിലേക്കും സെല്ലിനുള്ളിലേക്കുമുള്ള ഈ ഒരു മൂവ്മെന്റ്സ് നടക്കുന്നത്, ഒരു സെല്ലില് മൂവ്മെന്റ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി ഈ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു? പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ എന്ത് അടങ്ങിയിരിക്കുന്നു എന്നാ പറഞ്ഞത്? കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് ദീസ് ആർ എംബഡഡ് വിത്തിൻ ഓർ അറ്റാച്ച്ഡ് ടു ദ ബൈ ലെയർ ആൻഡ് പെർഫോം മോസ്റ്റ് ഓഫ് ദ മെംബ്രെയിൻ ഫങ്ഷൻസ്. ഇപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഇത് ലിപ്പിഡ് ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ളതാണ്? ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. ഈ ഒരു ബൈ ലെയർ ആണ്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു? പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു, പിന്നെന്താണ്? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എവിടെ കാണപ്പെടുന്നത്? ലിപ്പിഡ് ബൈ ലെയറിന് ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്? കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. ഈ കാണുന്ന ഈ ചുമന്ന ഇത് കണ്ടോ? ദിസ് ഈസ് പ്രോട്ടീൻ ചാനൽ ആണ്. എന്താണ്? ദിസ് ഈസ് പ്രോട്ടീൻ, ഇന്റഗ്രൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഇതിനെ എന്തെന്ന് പറയും? ഇന്റഗ്രൽ പ്രോട്ടീൻ ഓർ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നു. അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഈ സെൽ മെംബ്രെയിൻ ഇടയിലായിട്ട് ഫുള്ളി അറ്റാച്ച്ഡ് ചെയ്ത് കിടക്കുന്നു. എങ്ങനെ കിടക്കുന്നു? ഈ സെൽ മെംബ്രെയിൻ ഇടയിൽ ഫുള്ളി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. അതായത് ഈ ഒരു പോർഷനിലും ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട്, ഈ ഒരു പോർഷനിലും ഇൻസൈഡിലും ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട്. അത് ഫുള്ളി ഇതിനിടയിൽ ഇങ്ങനെ കാണപ്പെടുന്നത്. ഇത് പെർമനന്റ് ആണ്. ഈ ചാനൽ, ഈ പ്രോട്ടീൻ എന്താണ് ഇതിനിടയിൽ കാണപ്പെടുന്ന? പെർമനന്റ് പ്രോട്ടീൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ദ ഇന്റഗ്രൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ പറഞ്ഞാൽ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലായല്ലോ. സെല്ലിന് ഇടയിൽ സെല്ലിനല്ല, സെൽ മെംബ്രെയിന് ഇടയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന, അതായത് ഫുള്ളി സെല്ലിന് വെളിയിലേക്കും അറ്റാച്ച്മെന്റ് ഉണ്ട്, സെല്ലിന് ഉള്ളിലേക്കും അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഫുള്ളി എംബഡഡ് ആയിട്ട് കിടക്കുന്ന ഈ പെർമനന്റ് സ്ട്രക്ചർ ആണ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ പ്രോട്ടീൻ ആർ പെർമനന്റ്ലി എംബഡഡ് ഇൻ ദ മെംബ്രെയിൻ ആൻഡ് ഓഫൺ സ്പാൻ ദ എൻറ്റയർ ബൈ ലെയർ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്നും കൂടി വിളിക്കും. ദേ ഹാവ് ബോത്ത് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് റീജിയൻ. എവിടെയൊക്കെ കാണപ്പെടുന്നു? ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് റീജിയനിൽ ഇത് ഫുള്ളി എംബഡഡ് ആയിട്ട് കാണപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് എന്താണുള്ളത്? പെരിഫെറൽ പ്രോട്ടീൻ ആണ്. എന്താണ്? പെരിഫെറൽ പ്രോട്ടീൻ. ദിസ് ഈസ് പെരിഫെറൽ പ്രോട്ടീൻ. എന്താണ്? ഈ കാണപ്പെടുന്നതാണ്. ഈ സൂപ്പർഫിഷ്യൽ റീജിയണിൽ മാത്രമേ പെരിഫെറൽ പ്രോട്ടീൻ കാണപ്പെടുകയുള്ളൂ. ഇപ്പൊ സെല്ലിന്റെ വെളിയിലാണെങ്കിലും സെല്ലിന്റെ ഇൻട്രാ സെല്ലുലാർ റീജിയണിലാണെങ്കിലും അതിന്റെ ആ ഒരു ഹൈഡ്രോഫിലിക് റീജിയണിൽ, അതായത് ഹെഡ് പോർഷനിലായിട്ടാണ് മാത്രം. ഇതിനിടയിൽ എന്ത് കാണപ്പെടത്തില്ല? അതിന് സ്പേസ് ഇല്ല. അതിനിടയിൽ എന്തില്ല? സ്പേസ് കാണത്തില്ല. കേട്ടല്ലോ? അപ്പൊ പെരിഫെറൽ പ്രോട്ടീൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇന്റഗ്രൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളി അറ്റാച്ച്ഡ് ആണ്. ഇത് പെരിഫെറൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തും മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഇതിനിടയിൽ അതിന് എന്തില്ല? ചാനൽസ് ഇല്ല. അതിനിടയിൽ എന്തില്ല? ചാനൽസ് ഇല്ല. അതിന് പ്രത്യേകം ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബാക്കി ഭാഗത്തിന്റെ. അപ്പൊ അത് എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ, ഈ ഒരു പ്രോട്ടീൻ പെരിഫെറൽ പ്രോട്ടീനിൽ എങ്ങനെയാണ് മൂവ്മെന്റ്സ് നടക്കുന്നത്, ഇത് ഡയറക്റ്റ് മൂവ്മെന്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ പെരിഫെറൽ പ്രോട്ടീൻ എന്താന്ന് പറഞ്ഞാൽ ആർ ടെമ്പറലി അറ്റാച്ച്ഡ് ടു ദ ഇന്റഗ്രൽ പ്രോട്ടീൻ ഓർ ദ ലിപ്പിഡ് ബൈലെയർ സർഫേസിലാണ് ഇത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു.
ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താണ് നെക്സ്റ്റ്? കാർബോഹൈഡ്രേറ്റ്. ദീസ് ആർ ഫൗണ്ട് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ വേർ ദേ അറ്റാച്ച് ദ പ്രോട്ടീൻ ഫോമിംഗ് ഗ്ലൈക്കോപ്രോട്ടീൻ. പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ മെംബ്രെയിൻ്റെ സർഫസ് റീജിയണിലാണ് ഈ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. സർഫസ് ഏരിയയിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നു. അത് പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഫോമിംഗ് ഗ്ലൈക്കോപ്രോട്ടീൻ, ലിപ്പിഡ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോമിംഗ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. They play a key role in cell to cell recognition and communication. എന്തിനു സഹായിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്? എന്തിന്? ദേ പ്ലേ എ കീ റോൾ ഇൻ സെൽ ടു സെൽ റെക്കഗ്നീഷൻ. സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഒരു ചാനൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ചെയിൻ കണ്ടില്ലേ? ഇത് കാർബോഹൈഡ്രേറ്റ് സ്ലൈഡ് ചെയിൻ ആണ് ഈ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ? ഒന്ന് എന്താണ്? ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ എന്തുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്? ഈ പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും. ഇപ്പം ലിപ്പിഡ്സുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഈ കിടക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്നും വിളിക്കും. എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോ പ്രോട്ടീൻസ്. പ്രോട്ടീൻസുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നും, ലിപ്പിഡ്സുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അതിനെ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും, ലിപ്പിഡ്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അതിനെ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്നും വിളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് എന്താണ്? സെൽ മെംബ്രെയിനിൽ അടങ്ങിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്ന കൊളസ്ട്രോൾ ആണ് അല്ലേ? ഫൗണ്ട് ഇൻ ആനിമൽ സെൽ മെംബ്രെയിൻ, കൊളസ്ട്രോൾ മോളിക്യൂൾസ് ആർ ഇന്റർസ്പേസ്ഡ് വിത്ത് ദ phospholipid tails. They regulate membrane fluidity by preventing the phospholipids from packing too tightly in cold temperature or spreading too far apart in warm temperature. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അല്ലേ നമ്മുടെ സെൽ മെംബ്രെയിന്? എന്താണ്? ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ് കേട്ടോ. ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ്. ഈ ബൈ ലെയറിനിടയിലായിട്ട് എന്ത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു? കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നത്? കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇതിൻ്റെ ഒരു കൊളസ്ട്രോൾ ഒക്കെ അടങ്ങിയിരിക്കുമ്പോൾ ഇതിങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടി, ഷ്രിങ്കായി പോകാതിരിക്കാൻ വേണ്ടി എന്ത് സഹായിക്കുന്നു? ഈ കൊളസ്ട്രോൾ സഹായിക്കുന്നു. കാരണം നമ്മളുടെ സെൽ മെംബ്രെയിൻ്റെ ബൈ ലെയറിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തിനു സഹായിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൊളസ്ട്രോൾ എവിടെ കാണപ്പെടുന്നു? ഈ ലിപ്പിഡ് ബൈ ലെയറിന് ഇടയിലായിട്ട് കാണപ്പെടുന്നു. ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ, കൊളസ്ട്രോൾ മോളിക്യൂൾസ് ആർ ഇന്റർസ്പേസ്ഡ് വിത്തിൻ ദ ഫോസ്ഫോലിപ്പിഡ് tails. They regulate membrane fluidity by preventing the phospholipids from packing too tightly in cold temperature or spreading too far apart in warm temperature. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിസിയോളജി കവർ ചെയ്യാം. കാരണം ഫിസിയോളജി പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് മെംബ്രെയിൻ എന്താണ്, സെമി പെർമിയബിൾ ആണ്, അതിനുള്ളിൽ എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നു? അപ്പോൾ ട്രാൻസ്പോർട്ടിങ് നടക്കുന്നതിന് കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. ആക്റ്റീവ് പ്രോസസ്സ് ഉണ്ട്, പാസീവ് പ്രോസസ്സ് ഉണ്ട് അല്ലേ? ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെംബ്രെയിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് നടക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ്, അങ്ങനെ ഓരോന്നും അതിൻ്റെ ഫങ്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് നമ്മളൊരു 1 hour ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്ഷമയില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാമേ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.